ഇപ്പോൾ ശബരിമലയിൽ ഇനിയിപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ഇല്ല. ഈ മകരവിളക്ക് കാലമൊക്കെ തൊട്ട് ഇനി സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകത്തില്ല. പകരം ഓൺലൈൻ ബുക്കിംഗ് മാത്രമാകും വരിക. പ്രതിദിന ബുക്കിംഗ് 80,000 ആക്കി നിജപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രശാന്ത് കൃഷ്ണയുണ്ട് വിവരങ്ങളുമായിട്ട്. പ്രശാന്ത്, ഇനിയിപ്പോൾ ഈ ഓൺലൈൻ ബുക്കിംഗ്, ഈ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല, പകരം ഇനി ഓൺലൈൻ ബുക്കിംഗ് മാത്രമാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയന്ത്രണത്തിലേക്ക്? കാരണം കഴിഞ്ഞ മണ്ഡലകാലത്തിൽ നമ്മൾ കണ്ടതാണ് അനിയന്ത്രിതമായ തിരക്കും കാര്യങ്ങളൊക്കെ. അതിനെ മുൻനിർത്തിയാണോ പുതിയൊരു തീരുമാനം? ഇടവമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഒരു ദിവസം 80,000 പേർക്കായിരിക്കും. അത്തരത്തിലൊരു തീരുമാനമാണ് ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് മുൻകാലങ്ങളിൽ ഏറെ വർഷങ്ങളായി സ്പോട്ട് ബുക്കിംഗ് നടപ്പാക്കിയിരുന്നു. അതായത് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാൻ കഴിയാത്തവർക്ക് ബോർഡ് അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് നടത്താമായിരുന്നു. നടത്തിയ ശേഷം ശബരിമല ദർശനം സാധ്യമായിരുന്നു. എന്നാൽ കഴിഞ്ഞ തീർത്ഥാടന കാലത്തും അതിനുശേഷവുമല്ലാതെ തന്നെ വലിയ തോതിൽ സ്പോട്ട് ബുക്കിംഗിന്റെ ഭാഗമായി വലിയ തിരക്ക്, അനിയന്ത്രിതമായ തിരക്ക് ശബരിമല ദർശനത്തിനുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാൻ നിലവിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ മാസപൂജ സമയത്തെല്ലാം ഈ രീതിയിൽ തന്നെ തുടരും. അടുത്ത തീർത്ഥാടന കാലത്ത് ആവശ്യമെങ്കിൽ അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് പരിശോധിക്കാനാണ് ബോർഡിന്റെ തീരുമാനം. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട, അതായത് ഇപ്പോൾ നിലവിൽ 10 ദിവസം മുൻപാണ് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിനി 3 മാസം മുൻപ് വരെ ബുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ബോർഡ് മാറ്റിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഈ സൂര്യ സുരേന്ദ്രൻ എന്ന ഒരു പെൺകുട്ടി ഈ അരളിപ്പൂ കഴിച്ചതിന്റെ ഫലമായാണ് മരണപ്പെട്ടത് എന്ന ഒരു വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലും അത്തരം പ്രചരണങ്ങളും വ്യാപകമായി ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അരളിപ്പൂ പലതരം പൂജകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ യുവതിയുടെ മരണത്തിൽ അരളിപ്പൂവിന്റെ സാന്നിധ്യത്തിലാണോ, ഈ അരളിപ്പൂ ഉള്ളിൽ ചെന്നത് കൊണ്ടാണോ ഈ മരണം സംഭവിച്ചത് എന്ന ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടെല്ലാം ലഭിച്ച ശേഷം അത്തരത്തിലാണ് ആ മരണം സംഭവിച്ചതെങ്കിൽ തീർച്ചയായും ഭക്തജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അരളിപ്പൂ ഈ പൂജാ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം പരിശോധിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം.